അമ്മ വഴിയെ 5-ാം ദിവസം ക്രിസ്തീയ ആനന്ദം. നിയോഗം: നമ്മുടെ കുടുംബനാഥമാരെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കാം. വചനം: ലൂക്കാ 1-ാം അധ്യായം 47-ാം തിരുവചനം. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മുടെ ത്യാഗപ്രവൃത്തി: ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിക്കുക. സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മേ, തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ എന്ന് 8 പ്രാവശ്യം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മ തൻ്റെ പിറന്നാൾ ആഘോഷിക്കുവാൻ നമ്മെ കൂടി ക്ഷണിച്ചതിൽ ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയോടൊപ്പം 8 നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഗൗരവമുള്ള, കുറേ കൂടി വിശാലമായ ഹൃദയാകാശങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ 5-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അമ്മ വഴിയിലൂടെ അമ്മയുടെ കൈക്ക് പിടിച്ച് നമ്മൾ നടക്കുകയാണ്. ഈ 5-ാം ദിവസം നമ്മൾ നമ്മുടെ അമ്മമാരെ പ്രത്യേകം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, കുഞ്ഞുങ്ങളെ വളർത്തുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആലയത്തിൽ കരങ്ങൾ വിരിക്കാൻ ഓടിയെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ, അവരുടെ മാതൃവാത്സല്യത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. അമ്മ ഇന്ന് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന പാഠം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47-ാം തിരുവചനമാണ്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പുതിയ നിയമത്തിൻ്റെ പ്രസാദാത്മകമായ ആനന്ദത്തെ നമുക്ക് പങ്കുവെച്ച് തരാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പഠിപ്പിക്കുന്ന സുന്ദരമായ പാഠമാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം. വളരെ വ്യക്തമായി പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യസ്തത മനസ്സിലാക്കി തരുന്ന പുസ്തകമാണ്, സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. വളരെ വ്യക്തമായി ദൃശ്യവും അദൃശ്യവുമായി, പ്രത്യക്ഷവും പരോക്ഷവുമായി യോഹന്നാൻ ശ്ലീഹ ജുഡൈസത്തെയും ക്രിസ്ത്യാനിറ്റിയെയും നമ്മുടെ മുൻപിൽ വരച്ചിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരുവൻ ആനന്ദത്തിലേക്ക് വരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവൻ ക്രിസ്തീയതയുടെ ഈ മർമ്മതലങ്ങൾ മനസ്സിലാക്കണം. ജുഡൈസത്തിലായിരുന്നാൽ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. ജുഡൈസം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇന്നത്തെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കരുത്. മറിച്ച് ജുഡൈസം എന്ന് പറയുന്നത് ജീവജലത്തിൻ്റെ വാഹകനായ ക്രിസ്തുവിന് പുറത്തുള്ള എന്തും ജുഡൈസമാണ്. ജീവജലത്തിൻ്റെ വാഹകനായ ക്രിസ്തുവിന് പുറത്തുള്ള എന്തും ജുഡൈസമാണ്. അവനാണ് യഥാർത്ഥ ജീവജലത്തിൻ്റെ ഉറവ. അവനിലേക്ക് വരാതെ ഈ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. പരിശുദ്ധ അമ്മ ഈശോയെ ഹൃദയത്തിൽ, ഉദരത്തിൽ സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചപ്പോൾ അവൾ അനുഭവിച്ച ഈ ഗാനമാണ് എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ പ്രസാദാത്മകതകൾ നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അനേകം വിഷാദങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്. നിരാശകളും പെട്ടെന്ന് നമ്മെ പിടികൂടുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം സുവിശേഷം ഇന്ന് നമുക്ക് തരികയാണ്. അമ്മ നമുക്ക് കൈപിടിച്ച് നൽകുന്ന കൃപയാണ് ഈ ആനന്ദത്തിൻ്റെ കൃപ. അതിനാൽ അമ്മയോടൊപ്പം ഈ ആനന്ദത്തിൻ്റെ ജപവഴികളിലൂടെ, അമ്മ വഴികളിലൂടെ നമുക്ക് മെല്ലെ നടന്ന് നീങ്ങാം. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ചില പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദ വാട്ടേഴ്സ് ഓഫ് ജുഡൈസം ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ വാട്ടേഴ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി. യഹൂദരുടെ ജലവും ക്രിസ്ത്യാനിറ്റിയുടെ ഈ ജലവും തമ്മിൽ വ്യത്യാസമുണ്ട്. യഹൂദരുടെ ജലത്തിൻ്റെ പ്രത്യേകത, അത് ശുദ്ധീകരണത്തിൻ്റെ ജലമാണ്, പാപമോചനത്തിൻ്റെ ജലമാണ്. എന്നാൽ യേശു ക്രിസ്തു അവൻ ഏക രക്ഷകനാണെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പാപം മോചിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് പിന്നീട് ഒരിക്കലും നിനക്ക് ഈ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ തരും. അതുകൊണ്ടാണ് അവൻ നിന്നെ രക്ഷിക്കുന്നു എന്ന് പറയുക. വീണ്ടും അതേ പാപം ചെയ്യുന്നു എങ്കിൽ പഴയ നിയമം പുതിയ നിയമം തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ്
പരിശുദ്ധ അമ്മയുടെ ഈ ആനന്ദത്തിലേക്കൊക്കെ നാം പ്രവേശിക്കണമെന്ന് പറയാം. ഇങ്ങനൊരു ലോകമുണ്ട്, ആനന്ദത്തിൻ്റെ ഒരു ലോകമുണ്ട്, പ്രസാദാത്മകതയുടെ ഒരു ലോകമുണ്ട്. ആ ഒരു കൃപ നമുക്ക് നേടിയെടുക്കണം. അത് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരിക്കൽ എൻ്റെ മേടയിൽ ഇരിക്കുമ്പോൾ മേടയ്ക്ക് ചുറ്റും സൈക്കിൾ ചവിട്ടി ഓടിക്കുന്ന ഒരു കൊച്ചു പയ്യൻ, 4 വയസ്സുകാരൻ. ഞാൻ അവനോട് പറഞ്ഞു, മോനെ സൂക്ഷിക്കണം, അവിടെ ഒരു കുഴിയുണ്ട്, കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടും അവനെ കാണാത്തപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കൃത്യം ആ കുഴിയിൽ, തെങ്ങും കുഴിയിൽ അവൻ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിച്ച് ഇതുവഴിയൊക്കെ ഓടിക്കണമെന്ന്, കുഴിയുണ്ടെന്ന്. അവൻ ആ കുഴി കിടന്നുകൊണ്ട് എന്നോട് പറഞ്ഞെന്ന് വെക്കുക. സോറി ഫാദർ, പറ്റിപ്പോയി, ക്ഷമിക്കണം. ഞാൻ അവനോട് പറഞ്ഞു, ക്ഷമിച്ചിരിക്കുന്നു, സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരികെ എൻ്റെ പള്ളിമേടയിലേക്ക് ഇങ്ങ് വന്നാൽ ഈ കുഴി കിടക്കുന്നതിന് വല്ല ഗുണമുണ്ടോ? ഇതുപോലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ജുഡൈസവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ജുഡൈസത്തിൽ പാപം മോചിച്ചത് കിട്ടി, ശുദ്ധീകരണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ വീണ്ടും അതേ കുഴിയിൽ തന്നെയാണ് കിടക്കുക. ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് നാം കാണുക? ക്രിസ്തു ഇറങ്ങി വന്ന് നിന്നെ കുഴിയിൽ നിന്ന് എന്നേക്കുമായി കരകയറ്റുന്നു. അതുകൊണ്ടാണ് അവൻ രക്ഷകനാണെന്ന് പറയുക. പിന്നീട് ഒരിക്കലും ആ അവസ്ഥയിലാകാതിരിക്കാൻ അവൻ നിന്നെ പൊക്കിയെടുക്കും. ഇതാണ് ആനന്ദത്തിൻ്റെ വഴി. ഇത് തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. നമുക്ക് മെല്ലെ ഈ പുതിയ നിയമത്തിൻ്റെ ആനന്ദം പരിചയപ്പെടുത്തി തരുന്ന യോഹന്നാൻ ശ്ലീഹായുടെ ചില ഭാഷ്യങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 33-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, ഈശോയെയാണ്. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നു, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ജുഡൈസത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഈ ജലത്തിൽ നിന്നുകൊണ്ട് സ്നാപകനൊരു വെട്ടം കിട്ടി, വെളിച്ചം കിട്ടി. വേറൊരു സ്നാനമുണ്ട്, പുതിയ നിയമത്തിൻ്റെ ഒരു ആനന്ദത്തിൻ്റെ അഭിഷേകമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന, കൃപ നൽകുന്ന സ്നാനം. ഈ ഡിഫറൻസ്, അത് മാമോദീസ മുതൽ മരണം വരെ നമ്മൾ അനുഭവിക്കുന്ന ഈ വ്യത്യസ്തത പ്രിയപ്പെട്ടവരെ സൂക്ഷ്മമായി നാം നിരീക്ഷിക്കാൻ സാധിക്കണം. സൂക്ഷ്മമായി നമ്മുടെ കൂടെയുള്ള 2 അവസ്ഥകളാണ്. ഒന്ന്, വളരെ പെട്ടെന്ന് നമ്മൾ ഈ ജുഡൈസത്തിൻ്റെ, ക്രിസ്തുവിന് പുറത്തുള്ള അനുഷ്ഠാനങ്ങളുടെ, ചില വിധികളുടെ, ചില കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് നമുക്ക് ആനന്ദം നൽകില്ല. മറിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ, ക്രിസ്തീയതയുടെ, സുവിശേഷത്തിൻ്റെ പ്രസാദാത്മകമായൊരു ലൈഫുണ്ട്, ലൈഫ് ഇൻ ഇറ്റ്സ് അബണ്ടൻസ്. അതുകൊണ്ടാണ് ഈശോ വന്നത് 10 സെൻറ്റ് സ്ഥലം തരാനോ ഒരു ജോലി തരാനോ അല്ല. അവൻ വന്നത് വ്യക്തമായി അവൻ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ, അത് സമൃദ്ധിയായിട്ടുണ്ടാകാൻ. ഈ നിത്യജീവൻ, ഇതാണ് ആനന്ദത്തിൻ്റെ കാരണം. ഇങ്ങനൊരവസ്ഥയുണ്ട്. വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാനായിലെ കല്യാണം, അവിടെയും ഈ ഡൈക്കോട്ടമി വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാം. കാനായിൽ അവർക്ക് വീഞ്ഞില്ല, ആ വീട്ടിൽ അവർക്ക് വീഞ്ഞില്ല. അമ്മയത് സെൻസ് ചെയ്തു. അവനോട് പറഞ്ഞു, മോനെ അവർക്ക് വീഞ്ഞില്ല. ആർക്ക്? ജുഡൈസത്തിൽ വീഞ്ഞില്ല, തീർന്നുപോയി, തീരുന്ന വീഞ്ഞാണത് അവിടെ. പക്ഷേ പഴയ നിയമത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ 6 കൽഭരണികളുണ്ട്. ഈ പഴയ നിയമത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് എടുത്തു പറയുന്ന 6 കൽഭരണികൾ, അപൂർണതയുടെ 6 കൽഭരണികൾ. ഈശോ പറയുകയാണ്, അതിൽ വെള്ളം നിറയ്ക്കുക, അതിൽ വെള്ളം നിറയ്ക്കുക എന്ന് വെച്ചാൽ, ഈ പഴയ അവസ്ഥകളിൽ വെള്ളം നിറച്ചു വെച്ചാൽ ഒരു ഡിവൈൻ ടച്ച് ഉണ്ട്. എപ്പോഴാണത് സംഭവിക്കുന്നതെന്ന് പറയാൻ ഇവിടെ പറയുന്നില്ല. മറിച്ച് ഒരു ഡിവൈൻ ടച്ച്, മുകളിൽ നിന്നുള്ളൊരു സ്പർശനം ഈ വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി. എന്താണ് ഈ വീഞ്ഞ്? അത് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം നടപടി പുസ്തകം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ആ സംഭവം കാണുന്നുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു.
അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? കാരണം അവിടെ ധാരാളം രാജ്യങ്ങളിൽ നിന്ന് വന്ന പാർത്തിയക്കാരും മേദിയക്കാരും ഈജിപ്ത്യരും അറേബ്യരും റോമാക്കാരും യഹൂദരായിട്ടുള്ള ചിതറിപ്പാർത്ത സകല ആളുകളും അവിടെയുണ്ട്. ജെറുസലേമിലെ പെരുന്നാളിന് വന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഇവർ കണ്ടിട്ട് ഇവരുച്ചത്തിൽ പറയുകയാണ്, ഈ ഗലീലിയർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുക? ഉടനെ ചിലർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർ ലഹരി പിടിച്ചിരിക്കാതെ കാര്യം. ഉടനെ 11 പേരോടൊപ്പം പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് പറയുന്നൊരു വചനമുണ്ട്, 14-ാം വാക്യം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ലഹരിയല്ല ഇത് ജോയൽ പ്രവാചകൻ പ്രവചിച്ച ലഹരിയാണ്. അവസാന നാളിൽ അവരെല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആനന്ദത്തിൻ്റെ ഒരു അനുഭവമുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അവസാന നാളിൽ കിട്ടുന്ന ഒരു അനോയിൻറ്റിങ്, ഇതാണ് പുതിയ നിയമം നമുക്ക് തരിക. ഇത് നമുക്ക് മനസ്സിലാകാതെ പോയാൽ, ഇങ്ങനൊരവസ്ഥയിൽ നമുക്ക് ഒരിക്കലെങ്കിലും പ്രവേശിക്കാൻ പറ്റാതെ പോയാൽ നമ്മളുടെ ജീവിതം ഒരു പരാജയമായിരിക്കും. അത് വ്യക്തമാക്കി തന്നുകൊണ്ടാണ് ഓരോ പാഠങ്ങളിലൂടെയും ഇവിടെ യോഹന്നാൻ ശ്ലീഹ സഞ്ചരിക്കുന്നത്. വീണ്ടും അടുത്ത അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് തന്നെ 13 മുതലുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിൻ്റെ ജെറുസലേമിനെയും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് പറയുകയാണ്, പഴയ നിയമത്തിൻ്റെ ജെറുസലേം ദേവാലയം റീപ്ലേസ്ഡായി. പഴയ നിയമത്തിൻ്റെ ജെറുസലേം ദേവാലയം മാറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ പുതിയൊരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ പെസഹ അനുഷ്ഠിക്കുവാൻ വേണ്ടി, പഴയ നിയമത്തിൻ്റെ യഹൂദരുടെ പെസഹ അനുഷ്ഠിക്കാൻ വേണ്ടി ഈശോ ചെന്നപ്പോഴാണ് ഈ സംഭവം. ജെറുസലേമിൽ കാള, ആട്, പ്രാവ് ഇവ വിൽക്കുന്നവരെയൊക്കെ കണ്ടിട്ട് ചമ്മട്ടി ഉണ്ടാക്കി ഈശോ അവരെയെല്ലാം പുറത്താക്കി കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ പുരോഹിതർ വന്ന് ചോദിച്ചു, എന്തധികാരത്തിലാണിത് ചെയ്യുക? മറുപടിയായിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, ഞാനതിനെ 3 ദിവസങ്ങൾക്കുള്ളിൽ പുനർജീവിപ്പിക്കും. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. പഴയ നിയമത്തിൻ്റെ ജുഡൈസത്തിൻ്റെ ഈ കല്ലും മണ്ണും കൊണ്ട് പണിത ആലയം, ഇറ്റ് ഈസ് ബീങ് റീപ്ലേസ്ഡ്. ഈശോയാണ് പുതിയ ആലയം, അവൻ്റെ സാന്നിധ്യമാണ് പുതിയ ആലയം. അവിടെയാണ് ആനന്ദം, അവിടെയാണ് ആരാധന. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് വചനം നമ്മുടെ കൂടാരമടിച്ചത്, യേശു ക്രിസ്തുവിൽ കൂടാരമടിച്ച് നമ്മുടെ ഇടയിൽ പാർത്തത്. വചനം യേശു എന്ന മനുഷ്യനിൽ കൂടാരമടിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വിശ്വാസ സത്യമാണ്. യേശുവാകുന്ന മനുഷ്യനിൽ ക്രിസ്തു കൂടാരമടിച്ചു. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിശ്വാസ പ്രഖ്യാപനമായി മാറുന്നു. അതാണ് ആരാധനയായി മാറുക. അതുകൊണ്ടാണ് യേശുവിൻ്റെ സാന്നിധ്യമുള്ളിടമാണ് ആരാധനയ്ക്ക് പറ്റിയ ഇടങ്ങൾ. അതിനാൽ വീണ്ടും ഈ ആനന്ദത്തിലേക്ക് നമ്മെ പടിപടിയായി യോഹന്നാൻ ശ്ലീഹ നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ അമ്മ പാടി പറഞ്ഞത് ഇതാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു. ക്രിസ്തുവിനോട് എത്രയോ അടുത്ത് നിന്നാൽ ഈ ആനന്ദം അനുഭവിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ ആനന്ദമെന്ന് പറയുന്നത് ഈശോയോട് എന്തുമാത്രം അടുക്കാമോ, an intimacy with God, proximity with God. ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കുന്ന, അവനോട് കാര്യങ്ങൾ മിണ്ടിയും പറഞ്ഞും ജീവിക്കുന്ന, നിരന്തരം അവനോടൊരു ബന്ധം പുലർത്തുന്ന, അവൻ്റെ സാന്നിധ്യസ്മരണ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ. അതാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ആനന്ദത്തിൻ്റെ കാരണം. ഇങ്ങനൊരവസ്ഥയുണ്ട്. ഒരുപക്ഷെന്നുണ്ടെങ്കിൽ നാം അതിലേക്ക് എത്തി നോക്കിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ 8 നോമ്പിൽ നമ്മെ പ്രത്യേകം ക്ഷണിക്കുന്നത്, ഗൗരവമുള്ളൊരു വിഷയത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത്. നാം പ്രസാദാത്മകമായൊരു ജീവിതം നയിക്കണം. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, എപ്പോഴും സന്തോഷിക്കുവിൻ. അങ്ങനെയൊക്കെ പറ്റുമോ? പറ്റും. പറ്റത്തില്ല എങ്കിൽ ഈ വചനത്തിൽ ഇത് പറയില്ല. അങ്ങനെ ഒരവസ്ഥ നമുക്ക് ഉണ്ട്. അതിനാൽ ഈ ആനന്ദത്തിലേക്ക് നമ്മെ പടിപടിയായിട്ട് വളർത്താൻ ഈശോ ആഗ്രഹിക്കുക. വീണ്ടും അടുത്ത അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ നിക്കോദിമോസുമായിട്ടുള്ളൊരു സംവാദത്തിൽ ഈശോ നിക്കോദിമോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിക്കോദിമോസ്
അവരുടെ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജാണ്. 72 ജഡ്ജിമാരിൽ ഒരാളാണ്. അത്രമേൽ നിലയും വിലയുമുള്ള ജുഡൈസം നന്നായി അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന എല്ലാം അറിയുന്ന ആളാണ് നിക്കോദീമോസ്. പക്ഷേ നിക്കോദീമോസിനോട് പറയുകയാണ്, കാര്യം ശരിയാണ്, നിനക്കെല്ലാം അറിയാം. ഈ ഗ്രഹിച്ച അറിവുകളൊന്നും നിനക്ക് പക്ഷേ ആനന്ദത്തിൻ്റെ വഴികളാകണമെന്നില്ല. അതുകൊണ്ട് നീ വീണ്ടും ജനിക്കണം. ഉടനെ നിക്കോദീമോസ് ചോദിച്ചു, ഞാൻ വീണ്ടും ജനിക്കണമോ? ബോൺ അഗെയിൻ. പ്രിയപ്പെട്ടവരെ, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അനാത്തോൺ എന്നൊരു വാക്കാണ്. അനാത്തോൺ. ഈ വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ബോൺ ഫ്രം എബവ്. 2, ബോൺ അഗെയിൻ. ഈശോ അർത്ഥമാക്കിയത് നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ജനിക്കണം. ബോൺ ഫ്രം എബവ്. നിക്കോദീമോസ് മനസ്സിലാക്കിയത് അനാത്തോൺ എന്ന വാക്കിൻ്റെ അർത്ഥം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ജനിക്കണം. ഈശോ പറഞ്ഞതല്ല. വീണ്ടും ജനനമെന്ന് പറയുന്നത് ഒരു ഡിവൈൻ ടച്ചാണ്. നീ എന്തുമാത്രം അനുഷ്ഠാനങ്ങൾ ചെയ്ത് നടന്നാലും നിനക്ക് ഈ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. മറിച്ച് ഇതൊരു ഡിവൈൻ ടച്ചാണ്, സ്വർഗത്തിൻ്റെ ഒരു ഇടപെടലാണ്. ഈ സ്വർഗീയമായ ഒരു സ്പർശനമുണ്ടല്ലോ, ഇത് ഉന്നതത്തിൽ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് ആനന്ദത്തിന് കാരണമാകുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ അധ്യായങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശുവും സമരിയക്കാരി സ്ത്രീയും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. വീണ്ടും ഈ ജുഡൈസവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള ഒരു ഡൈക്കോട്ടമിയാണ് നമ്മളിവിടെ കാണുക. ആനന്ദത്തിലേക്ക്, ഈശോയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന വഴികളാണത്. ഈശോ സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അവിടെ ഒരു സ്ത്രീ, സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ, അവിടെയാണ് യാക്കോബിൻ്റെ കിണർ. യാക്കോബിൻ്റെ കിണർ പഴയ നിയമത്തിലെ വെള്ളമാണ്. അതിൽ നിന്ന് കോരിയെടുക്കാനും ദാഹം ശമിപ്പിക്കാനും ഒരു പെണ്ണ് നട്ടുച്ച നേരത്ത് വന്നിരിക്കുകയാണ്. അവിടെ അവൻ അവളെ കണ്ടുമുട്ടിയിട്ട് ശിഷ്യന്മാരെ എല്ലാം പറഞ്ഞയച്ചു. കാരണം അവളുടെ പഴയ ജീവിതത്തിൻ്റെ മുഴുവൻ ചരിത്രവും അവിടെ വിശദീകരിക്കുമ്പോൾ ആരും കേൾക്കാൻ പാടില്ല. ഈശോയുടെ നിർബന്ധമാണ്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നട്ടുച്ച നേരത്തവൻ ഈ പഴയ നിയമത്തിൻ്റെ യാക്കോബിൻ്റെ കിണറിൽ, ആ പഴയ വെള്ളത്തിൻ്റെ കരയിൽ നിൽക്കുകയാണ്. അവൾ അതിൽ നിന്ന് കോരിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പറഞ്ഞു, ഈ ജലം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. ജുഡൈസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ക്രിസ്തുവിനെ വിട്ട് ഈ ലോകത്തിൻ്റെ എല്ലാ ഇസങ്ങളും, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ എല്ലാ ഇസങ്ങളും തേടി തെരഞ്ഞു പോയാലും പിന്നെയും ദാഹിക്കും. ദാഹം ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ദാഹം മനുഷ്യനുണ്ട്. വീണ്ടും വീണ്ടും അവൻ ദാഹിക്കും. സങ്കീർത്തനം 77:10 പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യൻ്റെ ദുഃഖത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. ബൈബിൾ പറയുന്നത് ഈ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ്, മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. ഈ പെണ്ണ് ഇഷ്ടംപോലെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയതാണ്. പിന്നെയും ദാഹിക്കും, പിന്നെയും വരും. ലോകത്തിലെ ഒരു ജലവും ദാഹം തീർക്കില്ല എന്ന തിരിച്ചറിവിൽ ഈശോ അവളോട് പറയുകയാണ് 14-ാം വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈ കൊച്ച് അവനിലേക്കാണ് ആളുകളെ കോരിക്കൊണ്ടുവരിക. ഇതാണ് പുതിയ നിയമത്തിൻ്റെ ആനന്ദം. ക്രിസ്തുവിലേക്ക് ഫോക്കസ്ഡ് ആകാതെ നമുക്ക് ഈ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. അതിനാൽ ഈ കാലഘട്ടത്തിൽ അനേക ഗുരുക്കന്മാർ, അനേക യൂട്യൂബേഴ്സ്, അനേക ആളുകൾ, തത്വശാസ്ത്രങ്ങൾ, ഇസങ്ങൾ നമ്മുടെ യുവജനങ്ങളെ ഒക്കെ തേടി പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന കാലമാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ചെന്നാൽ ദാഹം തീരുമെന്നാണ്. ഇവരുടെയൊക്കെ ലോജിക്ക് കേട്ടുകഴിഞ്ഞാൽ എല്ലാം ശരിയാണ് എന്ന് തോന്നും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോജിക്ക് ഇങ്ങനെയാണ്: ഉറങ്ങുമ്പോൾ ആരും പാപം ചെയ്യാറില്ല. ഒരു ഉദാഹരണമാണേ, ഉറങ്ങുമ്പോൾ ആരും പാപം ചെയ്യാറില്ല. ഒന്നാമത്തെ പ്രമിസ്. രണ്ടാമത്തെ പ്രമിസ്, പാപം ചെയ്യാതിരുന്നാൽ സ്വർഗത്തിൽ പോകും. മൂന്നാമത്തെ പ്രമിസ്, അങ്ങനെയെങ്കിൽ ഉറങ്ങുന്നവരെല്ലാം സ്വർഗത്തിൽ പോകും. കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നിയേക്കാം, ശരിയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്നത് നമ്മെ
മരണത്തിലേക്ക് നയിക്കുന്നതാകാം. അതിനാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ അവനിലാണ് ഏക ആനന്ദത്തിൻ്റെ വഴിയെന്ന് നാം തിരിച്ചറിയണം. നാം വീണ്ടും 5-ാം അധ്യായത്തിൽ കാണുന്നത് ബത്സയിദയിലെ കുളക്കരയിലെ ഒരു തളർവാദ രോഗിയാണ്. അവൻ ബത്സയിദ കുളക്കരയിൽ തളർന്നു കിടക്കുകയാണ്. 1-2 വർഷമല്ല, 38 വർഷം ആരുമില്ലാത്തവൻ, വീണുപോയവൻ, ഈശോയേക്കാൾ പ്രായം കൂടിയ രോഗവുമായി കിടക്കുന്ന ഒരു മനുഷ്യൻ. അവൻ്റെ അടുത്തേക്കാണ് ഈശോ വരുന്നത്. വരുമ്പോൾ അവൻ വേദനയോട് പറയുന്നൊരു കാര്യമുണ്ട്: കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ ഈ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. അവന് പ്രതീക്ഷയുണ്ട് സൗഖ്യം കിട്ടുമെന്ന്. പക്ഷേ ഈ പ്രതീക്ഷയായിട്ട് മാത്രം നിൽക്കുകയാണ്. ഇതാണ് ജുഡൈസത്തിൻ്റെ ഒരു അപകടം. ഈ കാത്തിരിപ്പായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഈ കാത്തിരിപ്പിനൊരു അറുതിയില്ല. അങ്ങനെ കാത്ത് അവൻ കിടന്ന് 5-6 അസ്ഥിക്കഷണങ്ങൾ കൂട്ടിത്തുന്നിയ ഒരു രൂപം കണക്കെ എല്ലും തോലുമായി വീണുപോയവൻ, അവൻ്റെ അടുത്തേക്ക് ഒരു തണലുപോലെ നസ്രായൻ വന്ന് നിന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: സുഖമാകാൻ ആഗ്രഹമുണ്ടോ? ഈശോ ചെല്ലുന്നത് അവൻ്റെ അടുത്തേക്കാണ്, ഈ ജുഡൈസത്തിലേക്ക്, ഈ പഴയ അവസ്ഥയിലേക്ക്. ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും പിന്നെയും അത് തന്നെ അന്വേഷിച്ച് ഈ ദാഹജലങ്ങൾ തിരഞ്ഞ് ഈ പൊട്ടക്കിണറുകൾ തിരഞ്ഞ് നടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഈശോ ചെന്നിട്ട് ചോദിക്കുകയാണ്: സുഖമാകാൻ ആഗ്രഹമുണ്ടോ? ഈശോ അവൻ ഈശോയെ നോക്കിയിട്ട് വേദനയോട് പറയുകയാണ്: കർത്താവേ, എനിക്ക് ആരുമില്ല. ഐ ഹാവ് നോ ബഡി ഇൻ ദിസ് വേൾഡ്. എനിക്ക് ആരുമില്ല കർത്താവേ. ഉടനെ ഈശോ അവൻ്റെ കൈക്ക് പിടിച്ചെഴുന്നേറ്റിട്ട് പറഞ്ഞു: നിനക്ക് ഞാനുണ്ടടാ, എഴുന്നേരെ. അവൻ ചാടി എഴുന്നേറ്റു. ഈശോ പറഞ്ഞു: ദേ ആ ബെഡൂടെ. അവൻ ആ ബെഡും ചുരുട്ടിയെടുത്ത് തലയിൽ വെച്ചു. ഉടനെ പഴയ നിയമത്തിൻ്റെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. സിനഗോഗ് അധികാരിയാണ്. സിനഗോഗ് അധികാരി വന്നിട്ട് ചോദിച്ചു: ഡോ, എങ്ങോട്ടാണ് പോകുന്നത്? ഉടനെ അവൻ പറഞ്ഞു: ആരാ? ഞാൻ സിനഗോഗ് അധികാരി. എന്താ? അല്ല, ഇതെന്താണ് തലയിലിരിക്കുന്നത്? ഇത് തലയിലിരിക്കുന്നത് ബെഡ് കണ്ടില്ലേ? അത് മനസ്സിലായി. ഇതാരാണ് നിന്നോട് പറഞ്ഞത്? ഇന്ന് സാബത്താണെന്ന് അറിഞ്ഞില്ലേ? സാബത്തിൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്, അറിയാവോ? അവൻ പറഞ്ഞു: ചേട്ടൻ 38 വർഷമായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നത് ചേട്ടൻ കണ്ടില്ലേ? ഞാൻ ഇതുവഴി നിങ്ങൾ പല ആവർത്തി നടന്നപ്പോഴും ദയനീയമായിട്ട് നോക്കിയില്ലേ? ഒരു ചെറുവിരലനക്കി എന്നെ സൗഖ്യപ്പെടുത്താൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റില്ല. എന്നെ നോക്കി ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ. അവനാ പറഞ്ഞത് ഇത് തലയിൽ വെച്ചോളാൻ. ഇനി അവൻ പറയണം ഇത് താഴെ ഇറക്കണമെങ്കിൽ പോയി പണി നോക്കാൻ പറഞ്ഞു. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ, അവനെ ക്രിസ്തുവിനെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലോകത്തിലുള്ള ഒന്നും അവനൊരു വിഷയമല്ല. ആരും അവനെതിരെ നിൽക്കാൻ അവൻ അനുവദിക്കില്ല. അവയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ആത്മധൈര്യവും കരുത്തും ആനന്ദവും അവനുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറയാറുണ്ട്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് ധാർമ്മികമായൊരു തിരഞ്ഞെടുപ്പിൻ്റെയോ ഉന്നതമായ ഒരു ആശയത്തിൻ്റെയോ ഫലമായി രൂപപ്പെടുന്നതല്ല. എന്ന് വെച്ചാൽ 10 പ്രമാണങ്ങളനുസരിച്ച് അനുഷ്ഠാനം നടത്തിയാൽ ക്രിസ്ത്യാനിയാകില്ല. അത് ശരിയും തെറ്റും അറിയാവുന്ന ഒരാളല്ല. മറിച്ച് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നിൻ്റെ ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന, നിൻ്റെ ജീവിതത്തെ വിശാലമാക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള കണ്ടുമുട്ടലിൽ രൂപപ്പെടുന്നതാണ് ക്രിസ്ത്യാനിറ്റി. ഇറ്റ്സ് ആൻ എൻകൗണ്ടർ. ഇറ്റ്സ് ആൻ എൻകൗണ്ടർ വിത്ത് എ പേഴ്സൺ. അവൻ്റെ പേരാണ് ജീസസ് ഓഫ് നസറത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പുതിയ നിയമത്തിലെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കണം. അമ്മ അതാണ് പറയുന്നത്: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതിനാൽ നമുക്ക് ഈ ആനന്ദത്തിൻ്റെ വഴികളിൽ അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അമ്മ വഴിയിലൂടെ നമുക്ക് നടക്കാം. ഇത് നമ്മൾ പ്രത്യേകം സമർപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകാൻ, കുഞ്ഞുങ്ങളിലുണ്ടാകുവാൻ, നമ്മുടെ അമ്മമാർക്ക് ജ്ഞാനവും അറിവും വിവേകവും അവരെ കൈക്ക് പിടിച്ച് നടത്താൻ, ക്രിസ്തുവിലേക്ക് കൈക്ക് പിടിച്ച് നടത്താൻ, ആനന്ദത്തിൻ്റെ വഴികൾ സൃഷ്ടിക്കാൻ പരിശുദ്ധ അമ്മ അവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഇന്നൊരു പ്രത്യേകമായ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മമാരെ ഒന്ന് അനുഗ്രഹിക്കാം. അവരുടെ ആശീർവാദത്തിൻ്റെ കീഴിൽ, തണലിൻ്റെ കീഴിൽ നമുക്കും ജീവിക്കാം. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ വചനം
പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളിന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലും തലങ്ങളിലുമുള്ള സ്പർദ്ധകളും വഴക്കുകളും നിരാശകളും വിഷാദങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലൂക്കാ 1:47 എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കൂടാതെ ഇന്നൊരു നിയോഗ പ്രവൃത്തിക്ക് വേണ്ടി കൂടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ അമ്മമാരെ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഈ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് പുതിയ നിയമത്തിൻ്റെ ഈ ഒരു അനോയിൻറ്റിങ് ആനന്ദം ആ വഴി കണ്ടെത്താൻ വേണ്ടി നമ്മുടെ കുടുംബത്തെ പ്രാപ്തമാക്കാം. നമുക്ക് ഒരു നേരത്തെയെങ്കിലും ഈ ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മളുടെ പരിശുദ്ധമായ ഈ ഉൾക്കാഴ്ചയിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയ്ക്കായി ഒരുങ്ങാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ആരാധിച്ചു കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ വണങ്ങുന്നു. എല്ലാ സ്തുതികൾക്കും യോഗ്യനായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷാകവചമായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളുടെ മഹത്വമായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഓഹരിയായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. നമുക്ക് ചേർന്ന് പാടി സ്നേഹത്തോടെ ഈ ദിവസത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാം. പാവനാത്മാവേ ആശ്വാസപ്രദനേ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നീരും എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. മഹോന്നതനായ, ആരാധന, സർവശക്തനായ, നീ ആരാധ്യനായ ദൈവമേ, നീ എൻ്റെ രക്ഷകനായ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. എൻ്റെ രക്ഷാശിലയായ ഈശോയെ സ്തുതിക്കുന്നു.
എൻ്റെ കോട്ടയായ ഈശോയെ സ്തുതിക്കുന്നു. എൻ്റെ വിമോചകനായ ഈശോയെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് അഭയം തരുന്ന പാറയായ ക്രിസ്തുവേ, ഞാനങ്ങേ ആരാധിക്കുന്നു. എൻ്റെ രക്ഷയുടെ ഉടയവനെ, എൻ്റെ അഭയകേന്ദ്രമേ, എൻ്റെ നല്ല ഇടയാ, ഞാനങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എൻ്റെ ദൈവമേ, ആശ്വസിപ്പിക്കുന്ന ദൈവമേ, ഉപദേശം തരുന്ന ദൈവമേ, വഴി നടത്താൻ കൈക്ക് പിടിക്കുന്ന ദൈവമേ, വീണ്ടെടുക്കുന്ന ദൈവമേ. ചേർന്ന് പാടി ഒരിക്കൽ കൂടി. പരിശുദ്ധൻ നീ എന്നും സ്തുതിൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ ഇന്നും നീ യോഗ്യനാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ 8 നോമ്പ് പെരുന്നാളിൽ അമ്മയുടെ പിറന്നാളിന് വേണ്ടി നാം ഒരുങ്ങുന്ന ജനന തിരുനാളിൻ്റെ ഈ നൽവരങ്ങൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ 5-ാം ദിവസം ക്രിസ്തീയമായ ആനന്ദത്തെക്കുറിച്ചാണ് നാം ധ്യാനിച്ചത്. പഴയ നിയമത്തിൻ്റെ ആനന്ദത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയ നിയമം നൽകുന്ന ആനന്ദം, ജുഡൈസത്തിൽ നാം ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്ത ജീവൻ, പുതിയ നിയമത്തിൻ്റെ സമൃദ്ധമായ ജീവൻ. ഇതാണ് പരിശുദ്ധ അമ്മ ആനന്ദത്തോടെ ആർപ്പ് വിളിച്ച് പറഞ്ഞത്. വചനം നമുക്ക് നേറ്റു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗീയമായ സാന്നിധ്യം നമുക്ക് സ്നേഹത്തോടെ കാണാം. ലൂക്കാ 1:47, ലൂക്കായുടെ സുവിശേഷം 1:47 തിരുവചനം. അമ്മ സ്തോത്രഗീതത്തിൽ ഇങ്ങനെ പാടി പ്രാർത്ഥിച്ചു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കുടുംബനാഥമാരെ, നമ്മുടെ അമ്മമാരെ പരിശുദ്ധ അമ്മയുടെ സജീവ മാധ്യസ്ഥത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നമുക്ക് ഈ ആനന്ദത്തിൻ്റെ വഴികൾ പരിശുദ്ധ അമ്മ പറഞ്ഞു തരുമ്പോൾ പുതിയ നിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ അഭിഷേക ശുശ്രൂഷയിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ നമുക്ക് ത്യാഗത്തോടെ ഇന്ന് ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസത്തോടുകൂടി സാത്താൻ്റെ തലയെ തകർക്കുന്ന പരിശുദ്ധ അമ്മയെ, തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ എന്ന് 8 പ്രാവശ്യം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ഇതായിരിക്കട്ടെ നമ്മുടെ ത്യാഗപ്രവൃത്തി. ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കുകയും സാത്താൻ്റെ, സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ, തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ എന്ന് 8 പ്രാവശ്യം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് കണ്ടത് ക്രിസ്തീയമായ ആനന്ദത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വലിയ ദാനമാണ് എപ്പോഴും പ്രസാദാത്മകമായൊരു ലോകത്തിൽ ജീവിക്കുക, എപ്പോഴും ആനന്ദിക്കാൻ പറ്റുക. ദുഃഖങ്ങളുണ്ടെങ്കിലും നെടുവീർപ്പുകളുണ്ടെങ്കിലും അതിനിടയിലും തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ക്രിസ്തീയ ചൈതന്യമുണ്ട്. ക്രിസ്ത്യാനിറ്റിയെ അതാണ് ശ്രേഷ്ഠമാക്കുന്നത്. അതിന് കാരണമാകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ കൊണ്ട് നടക്കുമ്പോൾ എന്നുള്ളതാണ്. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് അമ്മ എപ്പോഴും എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് അമ്മ ഉച്ചത്തിൽ പാടി സ്തുതിച്ചത്. ഈ ആരാധനയുടെ സമയം നമ്മളെ ദുഃഖപൂരിതമായ നമ്മുടെ മനസ്സുകളെ, വിഷാദങ്ങൾ കടിപ്പെട്ടു പോകുന്ന നമ്മുടെ ജീവിതങ്ങളെ, നിരാശയിലേക്ക് വഴുതി മാറിപ്പോകുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളെ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ, സ്ഥിരസഭയെ കർത്താവിൻ്റെ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഈശോ, ഈശോയേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, എന്നെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ ഹിതം കർത്താവേ, അങ്ങയുടെ ആനന്ദം അനുഭവിക്കാം.
പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം അനുഭവിക്കാം. ഞങ്ങളെ സഹായിക്കണമേ അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മസന്തോഷം ആരാധന. കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിൻ്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, ആരാധന. ഷാലോം ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയോടുകൂടി എട്ടുനോമ്പെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും ദൈവത്തിൻ്റെ ആനന്ദം, അനന്തമായ സ്നേഹത്തിൻ്റെ ആനന്ദം കർത്താവേ ഇപ്പോൾ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് നിറയട്ടെ, ഹൃദയം നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ അഭിഷേകം നമ്മുടെ അമ്മമാരിൽ വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വിശ്രമം നൽകുന്ന കർത്താവാണ്. നമ്മളെ ജലാശയത്തെങ്കിലേക്ക് നയിക്കുന്ന ഇടയനാണ് അവൻ. നമുക്ക് ഉന്മേഷം തരുന്ന കർത്താവാണ് അവൻ. നമ്മെ നീതിയുടെ പാതയിൽ നയിക്കുന്നവനാണ്. ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുന്ന കർത്താവാണ്. നമ്മുടെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഈശോയാണ്. അവിടുന്ന് നമ്മുടെ പ്രകാശവും രക്ഷയുമാണ്. നമ്മെ ഉയർന്ന പാറമേൽ നിർത്തുന്ന കർത്താവാണ്. നമ്മുടെ സഹായവും പരിചയമാണവൻ. നമ്മുടെ ശക്തി കേന്ദ്രമാണവൻ. നമ്മുടെ സങ്കേതമാണ്. നമുക്ക് വിജയം തരുന്ന കർത്താവാണ്. നമ്മെ ഉദ്ധരിക്കുന്നവനാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ അമ്മമാരിൽ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിറയാൻ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ആനന്ദത്തിലാണ് നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ നൽവരങ്ങളും സ്വീകരിക്കാനാവുക. ദൈവം എപ്പോഴും തിരയുന്നത് പ്രസാദാത്മകമായ ഹൃദയത്തോടെ വ്യാപരിക്കുക. തളർന്നു പോയാൽ നിരാശപ്പെടേണ്ട. ഹൃദയത്തിൻ്റെ ആനന്ദം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ നമുക്കൊന്ന് സ്തുതിക്കാം. ഇവിടെ എല്ലാ അമ്മമാരെയും സമർപ്പിക്കാം. അവരിലേക്ക് ദൈവത്തിൻ്റെ വരം, കൃപയും ശക്തിയും നിറയാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുന്നു. തളർന്നു പോകാൻ അനുവദിക്കരുതേ. വീണു പോകാൻ അനുവദിക്കരുതേ. ശ്രദ്ധ മാറാൻ അനുവദിക്കരുതേ. അഭിഷേകത്തിൻ്റെ തൈലം കൊണ്ട് കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രകാശവും രക്ഷയും നൽകണമേ. ഉയർന്ന പാറമേൽ നിർത്തണമേ. കൊണ്ടാനന്ദിപ്പാ ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം പാടി കൊണ്ടാനന്ദിപ്പാ ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാ ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ക്ഷണിക്കുന്നത് നാം ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ശ്രദ്ധിച്ചു.
യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ യോഹന്നാൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചതാണ് പുതിയ നിയമത്തിൻ്റെ ആനന്ദം. കാനായിലെ കല്യാണത്തിൽ പഴയ നിയമത്തിൻ്റെ ആ പഴയ കൽഭരണികളിൽ വീഞ്ഞു തീർന്നുപോയ ആ കുടുംബത്തിൽ യൂദ വംശത്തിൽപ്പെട്ട സകലരും അനുഭവിക്കാതിരുന്ന ഈ ആനന്ദം പുതിയ നിയമത്തിൽ യൂദാവംശത്തിൻ്റെ സന്തതിയായവൻ, യാക്കോബിൻ്റെ വേരായവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നതിൻ്റെ പാഠം കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അത്ഭുതത്തിലൂടെ യോഹന്നാൻ വരച്ചു കാട്ടുന്നു. അവർക്ക് ഇതുവരെയും ലഭിക്കാത്ത മേൽത്തരം വീഞ്ഞ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ലഭിച്ചു. അത് ആനന്ദത്തിൻ്റെ ലഹരിയാണ്, അത് പുതുവീഞ്ഞാണ്, അതൊരു പുതിയ അഭിഷേകമാണ്. ഈ ആനന്ദം നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. വീണ്ടും അവിടുന്ന് നമ്മെ പഴയ നിയമത്തിൻ്റെ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് യേശുവെന്ന പുതിയ ജീവനുള്ള ദേവാലയമെന്ന് പഠിപ്പിച്ചു. യേശു ക്രിസ്തുവാണ് ഇനിമേൽ ദേവാലയം. അവനിലാണ് ഈ ആനന്ദം, പുതിയ അഭിഷേകം. അതിനാൽ നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനതിനെ പുനരുദ്ധരിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഈ ആലയം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ദ റിസൺ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതിൻ്റെ പേരാണ് സഭ. അതാണ് പരിശുദ്ധ സഭ. അവിടുത്തെ ഉയർപ്പിക്കപ്പെട്ട ശരീരം, മൗതിക ശരീരം. ഈ ശരീരത്തിൽ ആനന്ദമുണ്ട്. ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ പ്രസാദാത്മകതകളുണ്ട്. ഇത് നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കരുത്. ഇത് കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. കാരണം ദൈവത്തിൻ്റെ വാക്ക് പാഴായിപ്പോവില്ല. അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവാണ്. നശിപ്പിക്കപ്പെടുന്ന ശരീരമല്ലിത്. ഇതിനെ ആർക്കും തകർക്കാനാവില്ല. അവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമാനന്ദം. കാരണം അവൻ ജീവജലത്തിൻ്റെ വാഹകനാണ്. തിരുനാളിൻ്റെ അവസാനത്തെ ദിവസത്തിൽ യേശു എഴുന്നേറ്റ് ഇപ്രകാരം ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല, കാരണം യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. പുതിയ നിയമത്തിൽ അവനെ സമീപിക്കുന്ന എല്ലാവർക്കും ഈ പുതിയ ഉറവയുണ്ട്, ഈ പുതിയ ആനന്ദമുണ്ട്. ഇത് യോഹന്നാൻ ശ്ലീഹ പടിപടിയായി നമ്മെ പഠിപ്പിച്ചു. വീണ്ടും സമരിയാക്കാരി പഴയ യാക്കോബിൻ്റെ കിണറിലെ പഴയ ആരാധനയിൽ, മലയിലെ ആരാധനയിൽ സംതൃപ്തിപ്പെട്ട് ജീവിച്ചപ്പോൾ ഈശോ അവളെ സമീപിച്ച് പറഞ്ഞു, ഞാൻ തരുന്ന ജലം ഒരുവനെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ജീവൻ്റെ ഉറവയാണ്. അവൾ അത് തിരിച്ചറിഞ്ഞ് അനേകരെ ഈശോയിലേക്ക് കോരിക്കൊണ്ടുവന്നു. അവളാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ സാക്ഷികളിൽ ഒരാൾ. അങ്ങനെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചവരിലേക്ക്, ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നവരൊക്കെ അനേകരെ ഈശോയിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷ സഭയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആനന്ദം അനുഭവിച്ചെങ്കിലേ, ഈ പുതുമ അനുഭവിച്ചെങ്കിലേ നമുക്കിതിൻ്റെ തനിമ മനസ്സിലാക്കുകയുള്ളൂ, പൊരുളുകൾ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അതിനാൽ ഈ സമയം പരിശുദ്ധ അമ്മ പിറന്നാളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ അഭിഷേക ശുശ്രൂഷകളിൽ ബലപ്പെടാൻ നാം കാണിക്കുന്ന താല്പര്യമാണ്. നമുക്ക് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈരടികളോട് പാടി ചേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആരാധിക്കാം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ
സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കർത്താവായ ദൈവമേ, പുതിയ നിയമത്തിൻ്റെ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിനെ ഒരിക്കൽ കൂടി ആരാധിക്കുകയാണ്. നമുക്ക് പാപമോചനം നൽകുന്ന ഈശോയെ നമുക്ക് സ്നേഹപൂർവ്വം ആരാധിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുന്ന ഈശോയെ നമുക്ക് സ്നേഹത്തോടെ ആരാധിക്കാം. നമ്മെ ശിക്ഷിച്ചാലും രക്ഷിക്കുന്ന ഈശോയെ, നമ്മെ സ്നേഹിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. രോഗശാന്തി നൽകുന്ന, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന, കടലിനെ ശാന്തമാക്കുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈശോ, ആത്മാക്കളുടെ രക്ഷകനായ ഈശോ, നിത്യജീവൻ നൽകുന്ന ഈശോ, അവിടുത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധാത്മാ നിറവിൽ നമുക്കൊരിക്കൽ കൂടി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവമേ, പിതൃപരിശുദ്ധനായ ദൈവമേ, പുത്രനായ ഈശോയെ, ആത്മാവായ ദൈവമേ, രക്ഷ നൽകുന്ന ഈശോയെ, ആരാധ്യനായ രാജാവേ, സ്വർഗീയ കർത്താവേ, ജീവൻ്റെ നാഥനെ, ഞങ്ങളിതാ അങ്ങേ ആരാധിക്കുന്നു. ഇരു കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കാം. വൈദ്യനായ ഈശോയെ സ്തുതിക്കാം, സൗഖ്യമായ ഈശോയെ സ്തുതിക്കാം, നമ്മുടെ പ്രതീക്ഷയായ ഈശോയെ സ്തുതിക്കാം, വിജയമായ ഈശോയെ സ്തുതിക്കാം, സ്നേഹമായ ഈശോയെ സ്തുതിക്കാം. കർത്താവേ, ജ്ഞാനമായ ഈശോയെ, ഞങ്ങളുടെ ശക്തിയായ ഈശോയെ, സത്യവും മാർഗവും വഴിയുമായ ഈശോയെ, ഞങ്ങളുടെ സ്നേഹിതനായ ഈശോയെ, ഞങ്ങളുടെ അഭയശിലയായ ഈശോയെ, ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിമുക്തമാക്കുന്ന ഈശോയെ, സഹായകനായ ദൈവത്തിനു ആരാധന, പുത്രനാം യേശുവിനു ആരാധന, ആത്മനാം ദൈവത്തിനു ആരാധന, പ്രിയ ദൈവത്തിനു ആരാധന. ഒരിക്കൽ കൂടി ചേർന്ന് പാടി. പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം യേശുവിനു ആരാധന, ആത്മാവാം ദൈവത്തിനു ആരാധന, പ്രിയ ദൈവത്തിനു ആരാധന. ലൂക്കാ 1:47 എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മയെ പോലെ ഇന്നത്തെ നിയോഗത്തിൽ നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബനാഥമാരെയും അമ്മമാരെയും നമുക്ക് സമർപ്പിക്കാം. ഈ 8 നോമ്പിൻ്റെ 5-ാം ദിനം ക്രിസ്തീയമായ ആനന്ദത്തിൽ നിറയാൻ പ്രിയപ്പെട്ട അമ്മമാരെ സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പരിശുദ്ധ തൃത്വത്തെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം യേശുവിനു ആരാധന, ആത്മാവാം ദൈവത്തിനു ആരാധന, പ്രിയ ദൈവത്തിനു ആരാധന. സ്നേഹത്തോടെ എല്ലാ മക്കളും പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം യേശുവിനു ആരാധന, ആരാധനായ സ്വർഗീയ ആത്മാവാം ദൈവത്തിനു ആരാധന, യേശുവേ, പ്രിയ ദൈവത്തിനു ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. രക്ഷകനായ ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷാകവചമായ ഈശോയെ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മഹത്വമായ കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓഹരിയും പാനപാത്രവുമായ ഈശോയെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഗുരുവേ, ഞങ്ങളുടെ രക്ഷാശിലയായ തമ്പുരാനെ, ഞങ്ങളെ വിമോചിപ്പിക്കുന്ന രക്ഷകനെ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പരിചയം അഭയവുമായ നല്ല ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യം. ദൈവമേ നീ മാത്രം യോഗ്യനാ, ആരാധനായും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാം. യേശുവേ ആരാധന, ഈശോയേ ആരാധന, ആത്മാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോയേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവിനോടുള്ള ഇന്നത്തെ പ്രാർത്ഥന. അപ്പസ്തോലന്മാരുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളിൽ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കണമേ. വൈദിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമുള്ള ദൈവവിളികൾ വർദ്ധിച്ചു വരാൻ പ്രാർത്ഥിക്കണമേ. ദൈവവിളി ലഭിക്കുന്നവർ അതിനനുസൃതമായി ജീവിക്കാനും അതുവഴി അങ്ങേ തിരുസുതന്റെ രാജ്യം വിസ്തൃതമാക്കുവാനും ഇടയാക്കണമേ. ആമേൻ. അംബികേ നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ.